പർവ്വതങ്ങൾ പോലെ ഉയരം കൂടിയ കടമ്പകൾ. ആ കടമ്പകളെ ഉൾക്കരുത്തുകൊണ്ട് മറികടന്ന് അൾട്രാ മാരത്തൺ പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിതയായി മാറിയിരിക്കുകയാണ് സോജ സിയ. തീവ്രമായ പരിശീലനത്തിലൂടെ സോജ സ്വന്തമാക്കിയത് അത്യപൂർവ നേട്ടം. ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം ഓടുവാൻ എന്ന ഭാവത്തിൽ കുതിച്ചു തുടങ്ങിയതാണ് സോജ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ട് വേഗത്തിന്റെ ട്രാക്കിൽ ചുവടുവെച്ച സോജയ്ക്ക് മുമ്പിൽ ഇടക്കാലത്ത് വലിയൊരു പരിക്ക് വില്ലനായി. ഇച്ഛാശക്തി കൊണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം ട്രാക്കിലേക്ക് മടങ്ങിയെത്തിയ അവർ 47ാം വയസ്സിൽ അൾട്രാ മാരത്തൺ ചലഞ്ചിലൂടെ ഓടിക്കയറിയത് കർദുങ്ല പർവ്വതനിരയാണ്. 1 വർഷം നീണ്ട കഠിന പരിശ്രമങ്ങൾക്കൊടുവിൽ വെയിലും തണുപ്പും വകഞ്ഞുമാറ്റി 72 കിലോമീറ്റർ ദൂരം ചെങ്കുത്തായ പർവ്വതനിരകളിലൂടെ വിശ്രമമില്ലാത്ത ഓട്ടം. അസാധ്യമെന്ന് തോന്നുന്ന യജ്ഞം സാധ്യമാക്കി നമ്മെ വിസ്മയിപ്പിക്കുകയാണ് തിരുവനന്തപുരം കാര്യവട്ടം സ്വദേശി സോജ. 2019 ഞാൻ ഈ റണ്ണയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അപ്പോൾ അന്ന് മുതൽ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കും ഈ പറയുന്ന കർദുങ്ല മാരത്തൺ ചെയ്യണമെന്നുള്ള 72 കിലോമീറ്റർ അൾട്രാ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ 14 കിലോമീറ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ കൂളായിട്ട് നമുക്ക് പോകാൻ പറ്റി. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് വന്നു. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം പലപ്പോഴും ബ്ലാക്ക് ഔട്ടായി പോകുന്ന ഒരു സ്റ്റേജ് വരുന്നുണ്ടായിരുന്നു. ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഓടും നടക്കും അങ്ങനെ നമ്മൾ അതും ഈ പറയുന്ന ഒരു കട്ട് ഓഫ് വളരെ ബ്രിമ്മി കൊണ്ട് നിർത്തുന്ന ഒരു അവസ്ഥയിൽ അതും ക്രോസ് ചെയ്തു. അപ്പോൾ അവിടെയുള്ള 2 സ്ഥലത്തു നിന്നും ആൾക്കാർ നമ്മളെ ചിയറപ്പ് ചെയ്തുകൊണ്ടിരുന്നു ഭയങ്കരമായിട്ട്, ഈവൻ കൊച്ചു കുട്ടികൾ പോലും. അപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്യാൻ ആക്ച്വലി ഇനി 2 മിനിറ്റ്സ് മാത്രമേ ലെഫ്റ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ അതിലേക്ക് ക്രോസ് ചെയ്ത് അപ്പോൾ ഒരു 3 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സൈഡിൽ നിന്ന് ഒരാൾ കൂടെ എൻ്റെ പുറകെ ഓടി വന്നിട്ട് പിന്നെ പുഷ് ചെയ്തുകൊണ്ട് യു ക്യാൻ ഡൂ ദാറ്റ് കമോൺ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ഓടുന്നുണ്ടായിരുന്നു. അപ്പം അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അവസാനം എന്തായാലും ഫിനിഷിംഗ് ലൈന് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായ സന്തോഷം വന്നു. പിന്നെ ഫുൾ എനർജിയിൽ നമ്മളത് ഫിനിഷ് ചെയ്യാണ് ഉണ്ടായത്. ലക്ഷ്യം പൂർത്തിയാക്കിയ നിമിഷം ഓർക്കുമ്പോൾ സോജക്ക് കണ്ടമിടറും, കണ്ണ് നനയും. പ്രചോദനത്തിൻ്റെ ആൾമരമായിരുന്ന അമ്മയോർമ്മയിൽ വികാരാധീനയാവും. ഫിനിഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ അമ്മയാണ് ആലോചിച്ചത്. കാരണം അമ്മയ്ക്ക് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വന്നാണ് അമ്മ മരിച്ചത്. അപ്പം ഏകദേശം 4 മന്ത്സ് അമ്മ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അമ്മയെ കൊണ്ടുപോകുന്ന സമയത്ത് അമ്മ ബ്രീത്ത് എടുക്കാൻ വളരെ കഷ്ടപ്പെടുന്ന ആ ഒരു രംഗം ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. അപ്പം അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം ഞാൻ ആക്ച്വലി ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 100-1 പോലും ഒരു പക്ഷേ ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതുല്യമായ പ്രോത്സാഹനം നൽകി ഭർത്താവ് ഷംനാദും മകൻ അസീം ഷായും ഐറ്റൻ റണ്ണേഴ്സ് ക്ലബും കൂടെയുള്ളപ്പോൾ സോജ സ്വപ്നങ്ങൾക്ക് അതിരുവരക്കുന്നില്ല. മൾട്ടി ടാസ്കിംഗ് ചലഞ്ചായ അയൺമാൻ പൂർത്തിയാക്കണം, എവറസ്റ്റ് കൊടുമുടി കീഴടക്കണമെന്നിങ്ങനെ നീണ്ടുപോകുന്നു അവരുടെ ആഗ്രഹങ്ങൾ. ഉണ്ണി പാലാഴിക്കൊപ്പം മുഹമ്മദ് മിഗ്ദാദ്, മീഡിയ 1, തിരുവനന്തപുരം.